ഞാൻ നേരത്തെ ഹോട്ടൽ ഫീൽഡിലായിരുന്നു. ഞാനൊരു ക്രൂസ് ലൈനിൽ ഇൻഡസ്ട്രിയിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അത് നിർത്തി ഒരു 10 കൊല്ലം മുമ്പ് നാട്ടിൽ വന്നു. പിന്നെ ഹോട്ടൽ ഫീൽഡിൽ ഇവിടെ ബിസിനസ് ചെയ്തു തുടങ്ങി. അപ്പോൾ എനിക്ക് കൃഷിയോട് ബേസിക്കലി ഒരു താല്പര്യമുണ്ട്, ഒരു പാഷനായിട്ട് കൃഷി കൊണ്ടു നടക്കുന്നതാണ്. അപ്പം ഇത് റബ്ബർ റീപ്ലാന്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ കൃഷിയും കൂടെ നമുക്കൊരു പാഷനുള്ള കാരണം ഈ കൃഷിയിലേക്കും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു തുടങ്ങിയത്. ഇത് വളരെ മനോഹരമായ തോട്ടമാണ്. ഒത്തിരി ആൾക്കാർ വന്ന് തോട്ടം കാണാനും അഡ്വൈസ് ചോദിച്ചു എല്ലാം വരുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അലക്സ് പുതുമന. ഞാൻ ബേസിക്കലി ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളുണ്ട്. നേരത്തെ ഇതൊരു റബ്ബർ തോട്ടമായിരുന്നു, 8 ഏക്കറോളം ഉണ്ടായിരുന്നു. അത് വെട്ടി ഇപ്പം ഒരു സമ്മിശ്ര കൃഷിയായിട്ട് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് തെങ്ങുണ്ട്, തെങ്ങിൻ്റെ അകത്ത് മംഗോസ്റ്റിന്, കമുക്, ഇപ്പം കാപ്പിത്തൈ വെച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ റംബൂട്ടാനുണ്ട്. ഒരു നല്ല ഏരിയയിലായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നു. ഏകദേശം ഒരു 550 പോസ്റ്റോളം ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ആദായമുള്ളൊരു കൃഷിയാണ്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്ന കൃഷി ചെയ്ത് ഒരു 1.5 കൊല്ലം കഴിയുമ്പോൾ ഈൽഡ് എടുത്തു തുടങ്ങാം. ഒരു 2 കൊല്ലത്തിനുള്ളിൽ നമുക്ക് മുടക്കുമുതലെല്ലാം ഊരിയെടുക്കാം. ഇതിപ്പം ഒരു പോസ്റ്റിൽ നിന്ന് ഒരു 15 കിലോയോളം കിട്ടും. ഇവിടെ ഒരു 550 പോസ്റ്റുണ്ട്. എങ്ങനെയായാലും ഒരു 5 ടണ്ണിന് മേളിൽ എല്ലാ കൊല്ലവും ഞാൻ വിൽക്കുന്നുണ്ട്. ഇതിന് മാർക്കറ്റ് സീസൺ തുടങ്ങുമ്പോൾ ഒരു 140-145 രൂപ വില കിട്ടും. പിന്നെ എല്ലാവരുടെയും പ്രൊഡക്ഷൻ ആകുന്ന വില സ്വല്പം ഇടിയും. 125-130 രൂപ റേഞ്ചിൽ ഇപ്പം വിറ്റുകൊണ്ടിരിക്കുന്നു. ഹോൾസെയിലുകാർക്കാണ് കൊടുക്കുന്നത്. എറണാകുളത്തുള്ളത് ചങ്ങനാശ്ശേരിയിലുള്ള ഹോൾസെയിലുകാർ ഇവിടെ വന്നെടുക്കും. നമ്മൾ റെഡി ആകുമ്പോൾ അവരെ വിളിച്ചു പറയും, അവരിവിടെ വന്നെടുക്കും. ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നേരത്തെ ഒരു റബ്ബർ തോട്ടമായിരുന്നു. റബ്ബറിൻ്റെ വിലയിലുള്ള തകർച്ച കാരണം റബ്ബർ വെട്ടി റീപ്ലാന്റ് ചെയ്ത സമയത്ത് ഞാനിത് ഫ്രൂട്ട് കൃഷിയിലേക്ക് മാറിയതാണ്. അപ്പം റബ്ബറിനെ വെച്ച് വളരെ ആദായകരമായ കൃഷിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് 1.5 കൊല്ലം 2 കൊല്ലത്തിനുള്ളിൽ മാക്സിമം 2 കൊല്ലത്തിനുള്ളിൽ ഈൽഡ് കിട്ടിത്തുടങ്ങും. അപ്പം ഇതിപ്പോൾ ഒരു പോസ്റ്റ് ഒരു ഏക്കറിൽ ഒരു 400 പോസ്റ്റോളം ഇടാം. ഒരു പോസ്റ്റിൽ നിന്ന് ഒരു 15 കിലോയോളം, 3-ാം കൊല്ലം ആകുമ്പോഴത്തേക്ക് 15 കിലോയോളം കാ കിട്ടും. ഒരു കായ്ക്ക് ഒരു 120-110 രൂപ വെച്ച് ആവറേജ് കൂട്ടിയാൽ പോലും നമുക്ക് 1500 രൂപ മിച്ചം, 1800 രൂപയോളം ഒരു പോസ്റ്റിൽ നിന്ന് കിട്ടും. അപ്പം 400 പോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്നാണെങ്കിലും നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് റബ്ബറിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെ മികച്ച ആദായം ഈ ഫ്രൂട്ട് കൃഷികളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് ഇപ്പം ഏകദേശം 6-ാം കൊല്ലമായി ഇത് വെച്ചിട്ട്. ഇത് വെക്കുന്ന കാലത്ത് ഇതിന് ഒരു കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൃഷിയാണിത്. ഒരു പോസ്റ്റ് കൃഷി നമുക്ക് നട്ട് വിളവെടുക്കുന്ന ആകുമ്പോഴത്തേക്ക് ഒരു 1000 രൂപയ്ക്ക് മേളിൽ നമുക്ക് പോസ്റ്റ് വരും. അന്ന് എനിക്ക് 6 കൊല്ലം മുമ്പ് 1000 രൂപ വന്നു. അന്ന് പോസ്റ്റിന് ഒരു 450 രൂപ. പിന്നെ ഇതിൻ്റെ മേളിൽ വെക്കുന്ന ഫ്രെയിം, പിന്നെ ചെടിയുടെ വളം, പണിക്കൂലി എല്ലാം കൂടെ ഒരു 1000 രൂപയ്ക്ക് മേളിൽ എനിക്ക് കോസ്റ്റ് വന്നതാണ്. പക്ഷെ അതൊരു നമുക്ക് 1 കൊല്ലം അല്ല 1.5 കൊല്ലം കൊണ്ട് ആ കോസ്റ്റ് നമുക്ക് ഊരിയെടുക്കാം. ഇതിൻ്റെ ഒരു കൃഷിയുടെ ചിലവെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ നടീൽ വസ്തുക്കൾ, പോസ്റ്റ്, അവ സംഗതികളാണ്. പോസ്റ്റിന് ഇപ്പോഴത്തെ 600 രൂപ 700 രൂപ ആവും പോസ്റ്റ് മേടിക്കണമെങ്കിൽ. നമ്മൾ നല്ല കമ്പിയിട്ട് തന്നെ വാർക്കാൻ പറ്റിയെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇച്ചിരിയുടെ കോസ്റ്റ് കൂടും, പക്ഷേ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ ചെടി കയറി കഴിഞ്ഞ് ഇത് മുള്ളുള്ള കാരണം നമുക്ക് പോസ്റ്റ് പിന്നെ റിപ്പയർ വർക്ക് ഒന്നും നടക്കത്തില്ല. അപ്പം പോസ്റ്റ് ചെരിഞ്ഞ് പെടന്ന് പോയാൽ നമുക്ക് ആ ചെടി ഉപേക്ഷിക്കാനേ പറ്റും. നല്ല ഹെവിയാണ്. പ്ലസ് ഇതിൽ ഈ മുള്ളുള്ള കാരണം നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം പോസ്റ്റ് നമ്മൾ നല്ല നിലയിൽ നല്ല പോസ്റ്റ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. ഇതിപ്പം പൂത്ത് നിൽക്കുന്നതാണ്. ഇത് ഇന്ന് വിരിഞ്ഞ പൂവാണ്. ഇത് ഇന്നലെ വിരിഞ്ഞ പൂവാണ്. പൂ വിരിഞ്ഞ് ഇത് രാത്രിയിലാണ് പൂ വിരിയുന്നത്. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പൂവ് അടഞ്ഞു പോകും. അതിൻ്റെ മുമ്പ് ഇതിൻ്റെ പോളിനേഷൻ നടക്കും. ഇത് ഈ മഞ്ഞച്ചിരിക്കുന്ന ഇത് പോളിനേഷൻ നടക്കാതെ പോയേക്കുന്നതാണ്. ഇത് പോളിനേഷൻ നടന്നതാണ്. പൂ വിരിഞ്ഞ് 30ാമത്തെ ദിവസം നമുക്ക് പറിക്കാറാവും. ഇത് ഇന്നോ നാളെയോ പറിക്കാവുന്ന കായാണ്. ഇതിനിപ്പോൾ ഒരു 28-30 ദിവസമുള്ളൂ. 33-35 ദിവസത്തിനുള്ളിൽ നല്ലപോലെ പഴുത്ത് പറയും. സാധാരണഗതി ഈ പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ പറിക്കും. കച്ചവടക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടാനായിട്ട് മുഴുവൻ പഴുക്കുന്നതിന് മുമ്പ് നമ്മൾ പറിക്കും. ഇതിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകളാണ്. ഇതിവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇത് സോർട്ട് ഔട്ട് ചെയ്യും. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട്. ഇതെല്ലാം നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പോകും. 250-300 ഗ്രാമിന് താഴോട്ടുള്ളത് സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് പോകും. ബാക്കിയെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ആവും. സെക്കൻഡ് ക്വാളിറ്റിക്ക് കുറച്ച് വില കുറവുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ട്രേക്കകത്ത് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് കച്ചവടക്കാരെ വിളിക്കുക, അവർ വന്നെടുത്തുകൊണ്ട് പോകും. ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നത് നമ്മൾ ഏകദേശം ഒരു 2.5 അടി താഴ്ചയുള്ള കുഴിയെടുത്ത്
അതിൻ്റെ അകത്ത് പോസ്റ്റ് നാട്ടി നല്ലപോലെ കല്ലിട്ട് ഇടിച്ചുറപ്പിക്കും. ഈ പോസ്റ്റിൽ ഈ ചെടി കയറി കഴിഞ്ഞ് ഇതിന് വെയിറ്റ് വരും. അപ്പം ചെടിയുടെ വളർച്ച ഒരു സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നല്ലപോലെ ഉറച്ച പോസ്റ്റ് അല്ലെങ്കിൽ ചെടി പെടന്നു പോകും. കാരണം നല്ലപോലെ കല്ലിട്ട് ഇടിച്ചുറപ്പിച്ചാണ് നമ്മളിത്. അത് കഴിഞ്ഞ് കല്ലിട്ടിടിച്ചുറപ്പിച്ച് മണ്ണ് ലെവലായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കപ്പത്തടം കൂട്ടുന്ന പോലെ മണ്ണ് കൂട്ടും. ആ മണ്ണ് കൂട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജൈവവളങ്ങൾ ചേർക്കും. വേപ്പും പിണ്ണാക്ക, ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്ത് മൂടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിലാണ് ഈ കപ്പത്തടം പോലെ ഇത് മണ്ണ് കൂട്ടുന്നതിൻ്റെ ഒരു കാര്യം, ഈ ഇതിന് വെള്ളം കൂടിപ്പോയാൽ ഇത് ചീഞ്ഞു പോകും. അപ്പം ചോട്ടി വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ കൂന പോലെ കൂട്ടിയിട്ട് അതിലാണ് പോസ്റ്റയിലോട്ട് ചേർത്ത് തൈ വെക്കുന്നത്. ഇത് ഞാൻ 6 മാസം മുമ്പ് വെച്ച ഒരു തൈയാണ്. ഇതാണ് ഇതിൻ്റെ വെക്കുന്ന ഒരു രീതി. ഇതുപോലെ മണ്ണ് കൂട്ടിയിട്ട് തൈ കുഴിച്ച് വെക്കുകയല്ല, ചോട്ടിൽ മണ്ണെ മുട്ടിച്ച് വെക്കുകയുള്ളൂ. വേര് പൊട്ടിക്കിളുത്ത് കഴിയുമ്പം കുഴിച്ച് വെച്ചാൽ അത് ഇത് പൊട്ടിക്കിളുക്കാനായിട്ട് താമസിക്കും, പുതിയ കിളിപ്പ് വരാൻ താമസിക്കും. തൈ പോസ്റ്റേ ചാരി വെച്ച് കെട്ടിവെക്കും. അത് കഴിഞ്ഞ് അത് പയ്യെ കയറി വരും. ഇതിപ്പോൾ ഒരു 6 മാസമായ തടിയാണ്. കയറി വരുമ്പോൾ പോസ്റ്റയിൽ നമ്മളിങ്ങനെ കെട്ടി കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതിങ്ങനെ മേളിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെക്കും. ആ ഫ്രെയിമേൽ ടയറ് ഇതേമാതിരി ടയർ വെക്കും. ടയറിൻ്റെ അകത്തുകൂടെ ഇത് കയറി വളഞ്ഞ് പുറത്തേക്ക് 4 സൈഡിലേക്കും ചാടി പടർന്ന് റൗണ്ടായിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു രീതി. ഒരു 6 മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ പടരും. അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ഫുൾ സിങ്ങി കായാവുന്നതാണ്. ഇതിപ്പം വെച്ചിട്ട് 6 മാസമായത്. അപ്പോൾ ഒരു 1.5 കൊല്ലം കൊണ്ട് നമുക്ക് വിളവ് കിട്ടും. ഡ്രാഗൺ ഫ്രൂട്ടിന് അങ്ങനെ കാര്യമായ വളപ്രയോഗങ്ങളില്ല. ത്രോട്ട് സീസണിൽ വെക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാണകപ്പൊടി, എല്ലുപൊടി ഇട്ടിട്ടാണ് ചെടി വെക്കുന്നത്. പിന്നെ ചെടി കയറി വരുമ്പം കൊല്ലത്തിൽ 1-2 പ്രാവശ്യം ഒരു 100 ഗ്രാം വെച്ച് NPK മിക്സർ ചേർക്കും. ഇത് കൂടാതെ കായ്ക്കുന്ന ചെടിയായി കഴിയുമ്പം കായ്ച്ച് കഴിയുമ്പം നല്ല കായുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള പൊട്ടാഷ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ കായുടെ വലിപ്പം കുറയും. അത് കാരണം കായ്ച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒരു 50 ഗ്രാം 75 ഗ്രാം വെച്ച് നമ്മൾ എല്ലാ ചെടിക്കും പൊട്ടാഷ് ഇട്ട് കൊടുക്കും. പിന്നെ കൊല്ലത്തിൽ ഒരു 2 പ്രാവശ്യം NPK മിക്സർ കൊടുക്കും. ഇതേ ഉള്ളൂ ഇതിന് വളപ്രയോഗം. പിന്നെ ചാണകപ്പൊടി അങ്ങനെയുള്ളത് കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടും. പിന്നെ കമ്പാരിറ്റീവ്ലി മെയിൻ്റെനൻസ് കുറവാണ് ഇതിന്. പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നല്ലപോലെ വേനൽ വന്നു കഴിയുമ്പോൾ ആഴ്ചയിൽ 1-2 ആഴ്ചയിൽ ഒന്നൊക്കെ ഒന്ന് നനച്ച് കൊടുക്കും. അതേ ഉള്ളൂ. വെള്ളം കൂടിയാൽ ഇതിന് പ്രശ്നമാണ്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. ഈ വേനലാവുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് പെട്ടെന്ന് നന കൂടിയാൽ ഇത്തേല മഞ്ഞപ്പ് രോഗം വന്നിട്ട് തണ്ട് ചെറുതായിട്ട് ചീഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് അധികം മരുന്ന് അതിൽ പ്രയോഗിക്കാറില്ല. സാഫെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് തന്നെ മഴയാകുമ്പോഴത്തേക്ക് തിരിച്ച് തന്നെ കയറി വന്നോളും. പ്രത്യേകിച്ച് ഇതുവരെ ഇതിനൊരു കേടോ പ്രശ്നങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഞാനിത് റീപ്ലാന്റ് ചെയ്ത സമയത്ത് ഒരു കൃഷിയിലേക്ക് മാത്രമല്ലാതെ ഇതൊരു സമ്മിശ്ര കൃഷിയായിട്ടാണ് ചെയ്തത്. ഇതാണ് തന്നെ 4 തെങ്ങിൻ്റെ നടുക്ക് ഒരു മംഗോസ്റ്റിൻ വെച്ച്, ഇതൊരു 4 ഏക്കറോളം ഇതിൻ്റെ അകത്ത് തെങ്ങാണ്. ആ തെങ്ങിൻ്റെ അകത്ത് മുഴുവൻ 4 തെങ്ങിൻ്റെ ഇടയ്ക്ക് മംഗോസ്റ്റിൻ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 2 മംഗോസ്റ്റിൻ്റെയും 2 തെങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് കമുവും വെച്ചിട്ടുണ്ട്. മംഗോസ്റ്റിന് ഇതിപ്പോൾ 6ാം കൊല്ലമായി. കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് കായിട്ടു. ഈ കൊല്ലം കായുണ്ട്, അത്യാവശ്യം വിൽക്കാനായിട്ടുണ്ട്. അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് ഇത് ഫുൾ സിങ്ങി കായാവും. ഈ കൊല്ലം എനിക്കൊരു 100-120 മംഗോസ്റ്റിനുണ്ട്. 120 മംഗോസ്റ്റിനൊക്കെ ഒരു 10-200 കിലോയെ കിട്ടിയുള്ളൂ ഈ കൊല്ലം. അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് ആ കായിന് ഓരോ കൊല്ലം ചെടി വളരുന്നതനുസരിച്ച് കായുടെ അളവ് കൂടി വരും. മംഗോസ്റ്റിന് ഈ കൊല്ലം സീസൺ ആദ്യം ഇതിന് റീറ്റെയിൽ വില 340 രൂപ ഉണ്ട്. അത് കഴിഞ്ഞ് മഴയായപ്പോഴത്തേക്ക് വില താന്നു. ഇപ്പോൾ ഇവിടുന്ന് തോട്ടത്തിൽ നിന്ന് അവരെടുത്തുകൊണ്ട് പോകുന്നത് 120 രൂപ 130 രൂപയ്ക്കാണ് എടുത്തുകൊണ്ട് പോകുന്നത്. മാർക്കറ്റിൽ 180 രൂപയ്ക്ക് വിൽക്കുന്ന സാധനമാണ്. ഇത് മോഹിത് നഗർ എന്ന് പറഞ്ഞ വെറൈറ്റി ഞാൻ കാസർഗോഡ് CPCRI പോയി എടുത്തുകൊണ്ട് വന്നതാണ്. ഇതിനകത്ത് ഇനിയിപ്പം ഈ ബാക്കി ഏരിയ നമുക്ക് സ്ഥലപരിമിതികളുള്ളതാണ്. ബാക്കി ഏരിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇന്നിവിടെ കാപ്പി തൈകൾ വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ചന്ദ്രഗിരി വെറൈറ്റി കാപ്പി തൈയാണ് വെക്കുന്നത്. ഇത് 5x5 ഡിസ്റ്റൻസിൽ വെക്കാനാണ്. അപ്പം ഇതിവിടെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് പുല്ല് കിളുക്കുന്നതും കളനാശിനി അടിക്കേണ്ട ആവശ്യമോ കള വെട്ടേണ്ട ആവശ്യങ്ങളൊന്നും വരത്തില്ല. നമുക്ക് കാപ്പി ഫുള്ളായിട്ട് അപ്പോൾ അത് ഒരു അഡീഷണൽ ഇൻകമായിട്ട് ഇതിലേക്ക് നിൽക്കും.